Hi students, welcome to VS Notes. കഴിഞ്ഞ അക്കൗണ്ടൻസി ക്ലാസ്സിൽ തന്നിരുന്ന ഹോംവർക്കൊക്കെ എല്ലാവരും ചെയ്തോ? ആൻസർ കിട്ടിയോ? 1810 എന്നാണ് നമുക്ക് ക്യാഷ് ബാലൻസ് കിട്ടേണ്ടത്. എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അഥവാ കിട്ടിയില്ല എങ്കിൽ ഒന്നുകൂടി ഫോർമാറ്റും അതിൻ്റെ സ്റ്റെപ്സ് ഇൻ പ്രിപ്പറേഷനുമൊക്കെ വായിച്ചു നോക്കുക, എന്നിട്ട് വീണ്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. നമ്മൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയെങ്കിൽ ആ തെറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടായ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നല്ലോ, നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നു: റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. അതെന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചു. നമുക്ക് അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ഫീച്ചറാണ് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇത് നോമിനൽ അക്കൗണ്ടാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലേ. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്നാണ് പഠിക്കുന്നത് അല്ലേ. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ്. ഇൻകവും എക്സ്പെൻസിൻ്റെയും നമ്മൾ അക്കൗണ്ടിനെയാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകവും ക്രെഡിറ്റ് ചെയ്യും. അതാണ് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള്. അടുത്തത് പറയുന്നു only revenue items are recorded. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പഠിച്ചപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്, റവന്യൂ റെസിപ്റ്റ് എന്താണെന്നൊക്കെ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. അതിനിയും പറഞ്ഞ് നമുക്ക് സമയം കളയണ്ട. അപ്പോൾ നമ്മൾ റവന്യൂ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അടുത്തത് പറയുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ കറണ്ട് ഇയർ only are included. നമ്മളുടെ ഏത് വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യുന്നത്, ആ വർഷത്തെ ഇൻകവും എക്സ്പെൻഡിച്ചറും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുകയുള്ളൂ. കാരണം നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എല്ലാ റെസീപ്റ്റുകളും എല്ലാ പേയ്മെൻറ്റുകളും ഉൾപ്പെട്ടിരിക്കും അല്ലേ. ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെൻറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അത് നോക്കിയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്ന് only റവന്യൂ ഐറ്റംസ് മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ പറയുന്നു നമുക്ക് ഏത് വർഷത്തെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ വർഷത്തെ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മാത്രമേ എടുക്കുകയുള്ളൂ. കാരണം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്ത് റെസിപ്റ്റ് വന്നാലും നമ്മൾ അതിൽ രേഖപ്പെടുത്തി വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ കൺസേൺഡ് ഇയറിലെ മാത്രം, അതായത് ഏത് വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ വർഷത്തെ ഇൻകവും ആ വർഷത്തെ എക്സ്പെൻസും മാത്രമേ ഇങ്ങോട്ടേക്ക് നമ്മൾ എടുത്ത് എഴുതുകയുള്ളൂ. അതായത് മുൻ വർഷത്തെ എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഇൻകം അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. ഓക്കെ, അതാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ അഡ്ജസ്റ്റഡ് ഇൻ ഇറ്റ്. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ, അതായത് ക്യാഷ് ഒന്നും പോകാത്ത, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ഒന്നും പോകുന്നില്ല, അതുപോലെയുള്ള ട്രാൻസാക്ഷനും ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് പ്രൊവൈഡ് ചെയ്യണം, അക്രൂഡ് ഇൻകം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം ഫൈനൽ അക്കൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഫൈനൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, അക്രൂഡ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ ഇതിനകത്തും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അതാണ് ഇതിൻ്റെ ഫീച്ചറായിട്ട് പറയുന്നത്. നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം. There is no closing balance in this account. ഈ അക്കൗണ്ടിന് ക്ലോസിംഗ് ബാലൻസ് ഒന്നും ഇല്ല. പിന്നെ എന്താണ് ഉള്ളത്?
ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളുടെ ആ സ്ഥാപനത്തിൻ്റെ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് എഴുതുന്നത്. സർപ്ലസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. നമ്മളുടെ എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലായി നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് സർപ്ലസ് എന്ന് പറയുന്നത്. ഇനി അഥവാ നമ്മളുടെ എക്സ്പെൻഡിച്ചറാണ് ഇൻകത്തിനേക്കാൾ കൂടുതലെങ്കിൽ ആ കൂടുതലായി നിൽക്കുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. കമ്മി എന്നാണ് അതിന് പറയുന്നത്. മറ്റേത് മിച്ചം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഫീച്ചർ നോക്കാം. ദി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ആ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഏതാണോ അത് നമ്മളുടെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് സ്ഥാപനത്തിന് ഇങ്ങനെ ഡൊണേഷനും അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്രാൻറ്റും അല്ലെങ്കിൽ നമ്മളുടെ ഇങ്ങനെ മിച്ചം കിട്ടുന്ന ആ എമൗണ്ട്, ഇൻകത്തിനേക്കാൾ മിച്ചം പിടിക്കുന്ന ആ സർപ്ലസും ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചൊരു ഫണ്ട് ഉണ്ടാക്കും. അതാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിൽ, അത്തരം ട്രേഡിംഗ് കൺസേണിലാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഓണർ പ്രൊപ്രൈറ്റർ കൊണ്ടുവരുന്ന തുക. ഇവിടെ അങ്ങനെ ഒരു തുകയില്ല. പകരം എന്താണ്, ഇങ്ങനെ കിട്ടുന്ന ക്യാപിറ്റൽ റെസിപ്റ്റുകളെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് കൂട്ടിവെക്കും. അല്ലെങ്കിൽ അതായത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. അത് കൂടാതെ നമ്മളുടെ ഓരോ വർഷത്തെയും സർപ്ലസ് ഒക്കെ നമ്മളിങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന ആ തുക. അങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ സെപ്പറേറ്റ് മാർഗ്ഗമുണ്ട്. നമ്മളുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് വ്യത്യാസം എടുത്തും നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാം. ഇൻ ദ കേസ് ഓഫ് എ റണ്ണിംഗ് ബിസിനസ്, ക്യാപിറ്റൽ മീൻസ് അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സർപ്ലസ് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ ട്രേഡിംഗ് കൺസേണിലായിരുന്നെങ്കിൽ നമ്മൾ എന്താ എഴുതിക്കൊണ്ടിരുന്നത്? നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ഇവിടെ എന്തെഴുതും? സർപ്ലസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. അത്രയേ ഉള്ളൂ. ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ചില ഐറ്റംസിന് ട്രീറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക മാർഗങ്ങളുണ്ട്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ചില മാറ്റങ്ങളുണ്ട്. അതൊന്ന് എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ള ഐറ്റംസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം പെക്യൂലിയർ ഐറ്റംസ് എന്നാണ്. അതായത് ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ഐറ്റംസ് 1-2 എണ്ണം അല്ലെങ്കിൽ 2-3 എണ്ണം ചോദിച്ചിട്ട് ഇതെന്താണ്, ഹൗ വിൽ യു ട്രീറ്റ് ഇറ്റ് എന്ന് ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എങ്ങനെ എടുക്കണം, അതാണ് അതിൻ്റെ നോക്കാനുള്ളത്. അപ്പം നമുക്ക് ആദ്യത്തെ ഐറ്റം നോക്കാം. നമ്മളെപ്പോഴും ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് സബ്സ്ക്രിപ്ഷൻ? എന്താണ് സബ്സ്ക്രിപ്ഷൻ? ഹൗ വിൽ യു ട്രീറ്റ് ഇറ്റ്? സബ്സ്ക്രിപ്ഷൻ നോക്കുക. ഇറ്റ് ഈസ് എ റിക്കറിങ് ഇൻകം. ഇതപ്പോൾ റവന്യൂ നേച്ചറിലുള്ള ഒരു ഇൻകമാണ്. അതായത് തുടർച്ചയായി വീണ്ടും വീണ്ടും കിട്ടുന്ന ഒരു വരുമാനമാണ്. ദിസ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. നമ്മളുടെ നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ്. ഇറ്റ് മീൻസ് ദ മെമ്പർഷിപ്പ് ഫീ പെയ്ഡ് ബൈ ദ മെമ്പർ ഓൺ ആനുവൽ ബേസിസ്. ഈ നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ മെമ്പേഴ്സ് ആനുവൽ ബേസിസിൽ നമുക്ക് റെഗുലറായിട്ട് നൽകുന്ന ആ മെമ്പർഷിപ്പ് ഫീയെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ആവർത്തിച്ച് അത് കൊടുക്കും. എല്ലാ വർഷവും കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ മാസവും കൊടുക്കും. അതുകൊണ്ടാണ് അതിനെ റിക്കറിങ് നേച്ചർ എന്ന് പറയുന്നത്. ഇതാണ് ആ സ്ഥാപനത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻകവും. ഇനി ഇതെവിടെയാണ് കാണിക്കുന്നത്? ദിസ് ഈസ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഇഫ് ദിസ് സബ്സ്ക്രിപ്ഷൻ ഈസ് റിസീവ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ്, ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ,
ഒരു ടൂർണമെൻറ്റ് ഫണ്ട് നടത്താൻ ഒരു പിരിവെടുക്കുന്നു അംഗങ്ങളോട്. അത് സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ടാണ്. അപ്പോൾ ആ ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി പിരിക്കുന്ന തുക അതെന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റിയാണ്. ആ ടൂർണമെൻറ്റ് നടത്താനുള്ള ഒരു ബാധ്യതയുണ്ടത്. അത് നടത്തുന്നതിനുള്ള ഫണ്ടാണത്. അതുകൊണ്ട് അതിനെ നമ്മൾ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ എടുക്കണം. ഇവിടെ എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആണ് എങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ എടുക്കണം. അല്ലാതെ നമ്മുടെ സാധാരണ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത് റെഗുലർ ഇൻകം ആണ്, റിക്കറിംഗ് ആണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എടുക്കണം. ഓക്കെ, അടുത്ത ഐറ്റം നമുക്ക് നോക്കാം, ഡൊണേഷൻ. അതായത് ഇപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയാൻ കാര്യം ചില സന്ദർഭങ്ങളിൽ അത് റവന്യൂ ആണ്, ചിലപ്പോൾ അത് ക്യാപിറ്റലായി മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഈ പെക്യുലർ ഐറ്റംസ് എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഡൊണേഷനും അങ്ങനെയുണ്ട്. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ ഫേം ബൈ വേ ഓഫ് ഗിഫ്റ്റ് ഈസ് കോൾഡ് എ ഡൊണേഷൻ. നമുക്കൊരു സമ്മാനമായി കിട്ടുന്ന ഒരു തുകയ്ക്കാണ് സാധാരണ ഡൊണേഷൻ എന്ന് പറയുന്നത്. ഈ ഡൊണേഷൻ സാധാരണ രണ്ട് തരത്തിലുണ്ട്, സ്പെസിഫിക് ഡൊണേഷനും ജനറൽ ഡൊണേഷനും. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ ഡൊണേഷൻസ് ആർ ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഇറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ഷുഡ് ബി ഷോൺ ആസ് ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് കിട്ടുന്ന ഡൊണേഷൻ ആണ് എങ്കിൽ അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. നമ്മൾ അപ്പുറത്തെ സബ്സ്ക്രിപ്ഷനും അങ്ങനെയല്ലേ പറഞ്ഞത്. ഇതിപ്പോൾ ഇവിടെ ഡൊണേഷൻ കിട്ടുന്നത് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്നാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാൻ പാടില്ല. എന്നാൽ ജനറൽ ഡൊണേഷനോ, when the donation is given for a general purpose, it is the amount which will determine whether it is a capital or revenue receipt. That means donation of small amount should be treated as income, but if the amount of such donation is big, it must be treated as capital receipt. അപ്പം വെറുതെ ഡൊണേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇന്നതിന് എന്ന് പറഞ്ഞൊന്നും ഡൊണേഷൻ തന്നിട്ടില്ല. ഒന്നില്ലേ വെറും ഡൊണേഷൻ അല്ലെങ്കിൽ ജനറൽ ഡൊണേഷൻ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ സാധാരണ രീതിയിൽ അത് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ എമൗണ്ടിൻ്റെ വലിപ്പം അനുസരിച്ചാണ്. ഇഫ് ദർ ഈസ് എ ബിഗ് എമൗണ്ട് ഫോർ സച്ച് ഡൊണേഷൻ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കാണണം. വലിയൊരു എമൗണ്ട് ആണെങ്കിൽ താരതമ്യേന കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള ഐറ്റത്തിൻ്റെ എമൗണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആണ് ഈ ജനറൽ ഡൊണേഷൻ വരുന്നെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ എമൗണ്ട് ചെറുതാണ് എങ്കിൽ അതിനെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഐറ്റമാണ് ഗ്രാൻഡ്. ഗ്രാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അറിയാം, അതായത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ അവരുടെ റെഗുലർ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് ചില ഗ്രാൻറ്റുകൾ അനുവദിക്കും. അതൊക്കെ ബജറ്റിൽ ഉൾപ്പെടുത്തുന്ന തുകയാണ്. അങ്ങനെ കിട്ടുന്ന ഗ്രാൻറ്റ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇവരുടെ ഗ്രാൻറ്റ് റിസീവ്ഡ് ഫോർ റൊട്ടീൻ എക്സ്പെൻസ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം. But grant for special purpose should be treated as liability. ഏതെങ്കിലും ഇന്ന സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രാൻറ്റ് തരുന്നതെങ്കിൽ അതെന്താണ്? അത് ലയബിലിറ്റിയാണ്. അത് കാരണം അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ആ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനെ ഇൻകം ആയിട്ട് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല. അടുത്ത ഐറ്റമാണ് ലെഗസി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണിത്. ലെഗസി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലൊക്കെ നമ്മൾ കേട്ടില്ലേ? എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. ഒരു മരണപ്പെട്ട ഒരാളിൻ്റെ വിൽപ്പത്ര പ്രകാരം സ്ഥാപനത്തിന് ലഭിക്കുന്ന എമൗണ്ടിനെയാണ് ലെഗസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം.
പക്ഷേ ഇഫ് ദ എമൗണ്ട് ഈസ് സ്മോൾ ഇറ്റ് മേ ബി ട്രീറ്റഡ് ആസ് ഇൻകം ആൻഡ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതായത് ഇതിൻ്റെയും എമൗണ്ട് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ, അതായത് മറ്റുള്ള ഐറ്റത്തിൻ്റെ എമൗണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ ലെഗസിന്ന് ചെയ്തിട്ട് ഒരു 100 രൂപ എന്നൊക്കെ പറഞ്ഞ് തന്നാൽ അതിനെ നമ്മൾ ഇൻകം ആയിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി സ്പെസിഫിക് ഇൻഫർമേഷൻ ലെഗസി മസ്റ്റ് പ്രിഫറബിൾ ബി ക്യാപിറ്റലൈസ്ഡ്. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ ലെഗസീനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞിരിക്കുമോ, ഇതിൻ്റെ ഹാഫ് ഓഫ് ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി എടുത്ത് ക്യാപിറ്റലൈസ് ചെയ്യണം, അതായത് ലയബിലിറ്റി സൈഡിൽ എഴുതണം, മറ്റേ പകുതി എടുത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകത്തിലും എഴുതണം. ഓക്കെ, അതാണ് പറയുന്നത്. അടുത്തത് എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ, ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫീസ് കളക്റ്റഡ് ഓൺ ദ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്. ഓരോ മെമ്പർമാരും ഇതിൽ അംഗമാകുമ്പോൾ അതിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ആ ക്ലബിലേക്കാണെങ്കിലും ഹോസ്പിറ്റലിലേക്കാണെങ്കിലും അല്ലെങ്കിൽ അവിടെ നോൺ ട്രേഡിംഗ് കൺസേൺ ഏതാണോ അതിലേക്ക് അംഗമാകാൻ വേണ്ടി കൊടുക്കുന്ന തുകയ്ക്കാണ് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. In the absence of specific instructions in the question, students may treat it as capital receipt or revenue receipt, but they must append a note justifying the choice made. പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല എങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ നോട്ട് എഴുതി വെച്ചിട്ട് അത് ക്യാപിറ്റൽ റെസിപ്റ്റോ റവന്യൂ റെസിപ്റ്റോ ഏത് വേണമെങ്കിലും ആക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് താഴെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ നോട്ട്സ് എഴുതി കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, അതായത് ഇപ്പോൾ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹാഫ് ഓഫ് ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എടുത്ത് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം, ബാക്കി പകുതി എടുത്ത് നമ്മളുടെ ഇൻകം ആയിട്ട് കാണിക്കണം. ഓക്കെ, അതായത് ഈ എൻട്രൻസ് ഫീക്ക് ഇങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് പറയണോ, അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു പ്രാവശ്യമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ആ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻട്രൻസ് ഫീയെ ക്യാപിറ്റലൈസ്ഡ് ആക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെഗുലറായിട്ട് അംഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചോളവും അത് റിക്കറിങ് ആവും എന്നൊരു അഭിപ്രായമുണ്ടായി. അതുകൊണ്ടാണ് വേണമെങ്കിൽ, അപ്പോൾ അത് ഏത് ആംഗിളിലാണോ ഒരു കുട്ടി കാണുന്നത് അതിനനുസരിച്ച് നോട്ട് എഴുതി വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചൊന്നും ക്വസ്റ്റ്യനിൽ ഇന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ഐറ്റമാണ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. പഴയ നമ്മളുടെ ഏതെങ്കിലും അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ് എന്ത് ചെയ്യണം, അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ്. The amount realized from sale of old asset should be treated as capital receipt and should be deducted from asset amount. ഏതെങ്കിലും അസറ്റ് വിറ്റ് തുക കിട്ടിയാൽ ആ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ ആ കൺസേൺഡ് അസറ്റിൽ നിന്ന് കുറവ് ചെയ്ത് കാണിക്കുക. അവിടെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെന്ന് വെച്ചാൽ ലയബിലിറ്റി സൈഡിലോട്ട് പോകരുത്, പകരം ഏത് അസറ്റാണോ അങ്ങനെ എടുത്ത് വിറ്റിരിക്കുന്നത് ആ അസറ്റിൽ നിന്ന് കുറവ് ചെയ്ത് ബാക്കിയുള്ള തുകയെ അസറ്റിൻ്റെ എമൗണ്ട് സൈഡിൽ കാണിക്കാൻ പാടുള്ളൂ. അതായത് ഫർണിച്ചർ ഒരു 5000 രൂപ ഉണ്ടായിരുന്നു, 5000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു എന്നവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ് സൈഡിൽ കൊണ്ട് എഴുതിയിരിക്കുകയാണ് സെയിൽ ഓഫ് ഫർണിച്ചർ ₹2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഫർണിച്ചർ 3000 രൂപയുടെ അവിടെ ഉണ്ട് ഇല്ലേ, 2000 രൂപയുടെ വിറ്റിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ആ ഫർണിച്ചറിൻ്റെ വില 3000 അവിടെ കാണിക്കണം. അതായത് 5000 മൈനസ് വിറ്റ ഫർണിച്ചറിൻ്റെ വില 2000 ഈക്വൽ 3000 എന്നുള്ള രീതിയിൽ അവിടെ കാണിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ലോസ് ഓർ പ്രോഫിറ്റ് ഓൺ ഇറ്റ്സ് സെയിൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് റവന്യൂ ആൻഡ് ഇറ്റ്സ് ടേക്കൺ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇങ്ങനെ അസറ്റ് വിറ്റപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമോ അല്ലെങ്കിൽ ലാഭമോ ഉണ്ടായെന്നാണ് പറഞ്ഞിരിക്കണമെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ ലാസ്റ്റ് കേസ് മേ ബി എടുക്കാം. ലോസാണ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടൊരു 200 രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 200 രൂപ നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതണം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടൊരു 100 രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഇൻകം സൈഡിൽ എഴുതണം. ആ വിറ്റ വകയിലുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം, വിറ്റപ്പോൾ കിട്ടിയ മൊത്തം തുക നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൺസേൺഡ് അസറ്റിൽ നിന്ന് ബാലൻസ് ഷീറ്റിൽ കുറച്ച് കാണിക്കണം. അടുത്തതാണ് ഈ പടം കണ്ടോ, ഇതെന്താണ്, ആക്രിയാണ് അല്ലേ. സെയിൽ ഓഫ് സ്ക്രാപ്പ്, ന്യൂസ് പേപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ്, അത്
it should be treated as income and is credited to income and expenditure account. ഇങ്ങനെ പഴയ പേപ്പറോ അല്ലെങ്കിൽ അതുപോലെയുള്ള മാഗസിൻസ് ഒക്കെ വിറ്റാൽ കിട്ടുന്ന തുക നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആയിട്ട് എടുക്കണം. അടുത്ത വീണ്ടും പറയുന്നുണ്ട് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഗ്രാസ്. സ്ക്രാപ്പ് നമ്മളുടെ ആക്രി സാധനങ്ങളൊക്കെ വിറ്റ് കിട്ടുന്ന തുകയും നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് നോക്കുക. ആൻഡ് ഷോൺ ഓൺ ദി ഇൻകം സൈഡ്. അവിടെ ഗ്രാസ് എന്ന് പറയുന്നതേ ഇപ്പോൾ ഒരു ക്ലബിൻ്റെ ഒക്കെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ പുല്ല് പിടിച്ച് കിടന്നു. അത് നമുക്കൊരു ടൂർണമെൻറ്റ് നടന്നപ്പോൾ അത് ക്ലീൻ ചെയ്തു. അപ്പോൾ ആ ക്ലീൻ ചെയ്തപ്പോൾ ഉണ്ടായ പുല്ല് വെട്ടിക്കൊടുത്താൽ കാശും കിട്ടും. അതിനെയാണ് സെയിൽ ഓഫ് ഗ്രാസ് ഈസ് ആൻ ഇൻകം. അതൊക്കെ സാധാരണ ഐറ്റംസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റിനകത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക പുല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ, അതാണ്. അടുത്തത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് വെച്ചാൽ ചില സ്ഥാപനങ്ങളിൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആജീവനാന്ത മെമ്പർഷിപ്പ് ഫീ എന്നും പറഞ്ഞൊരു ഫീ വാങ്ങിക്കും. ഈ ഫീ എന്ന് പറയുന്നത് അതാത് വർഷത്തിലൊന്നൊക്കെ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ഷോൺ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ആ വാക്കിൽ തന്നെയുണ്ട്, അത് ആജീവനാന്തം ത്തേക്ക് ഒരു പ്രാവശ്യം ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അടുത്തത് പേയ്മെൻറ്റ് ഓഫ് ഹോണറേറിയം. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, എമൗണ്ട് പെയ്ഡ് ടു എ പേഴ്സൺ ഫോർ ദ സ്പെസിഫിക് സർവീസ് റെൻഡേഡ് ബൈ ഹിം ഈസ് കോൾഡ് ഹോണറേറിയം. ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പെസിഫിക് സർവീസ് നടത്തിയാൽ, ഇപ്പോൾ ഒരാളെ നമ്മൾ സ്ഥാപനത്തിൽ ക്ഷണിച്ചു വരുത്തി അയാളെ കൊണ്ട് പാട്ട് പാടിച്ചു, അല്ലെങ്കിൽ ഒരു ഡാൻസ് ഒരു പ്രോഗ്രാം നടത്തിച്ചു, അവർക്ക് കൊടുക്കുന്ന തുക, അങ്ങനെയുള്ള തുകകൾക്കൊക്കെയാണ് ഹോണറേറിയം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ സാധാ എക്സ്പെൻഡിച്ചറാണ്. അടുത്തത് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്. എങ്ങനെ ഒരു എമൗണ്ട് തന്നെ, അതായത് if there is any special purpose fund and there are certain item of expense and incomes relating to that fund, then income should be added to such a fund and expense deducted from such a fund on the liability side of the balance sheet. അതായത് ഒരു ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുക തന്നിട്ടുണ്ട് നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. റെസീപ്റ്റ് സൈഡിൽ ടൂർണമെൻറ്റ് ഫണ്ടുണ്ട്, നമുക്കൊരു ഫണ്ട് കിട്ടിയതാണ്. ആ ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, അത് വാക്കിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി എന്ത് തന്നാലും അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. എന്നിട്ട് ഈ ടൂർണമെൻറ്റ് ഫണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കാണും, ഈ ടൂർണമെൻറ്റ് ഫണ്ടിലേക്ക് ഇൻകം ഇത്ര വന്നു, ഈ ടൂർണമെൻറ്റ് ഫണ്ടിൽ നിന്ന് ഇത്ര എടുത്ത് ചെലവഴിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് എഴുതുക, ആഡ് ഇൻകം ടു ദ ഫണ്ട് എന്ന് എഴുതി കൂട്ടിക്കാണിക്കുക, ലെസ് എക്സ്പെൻസ് ഫ്രം ദാറ്റ് ഫണ്ട് എന്ന് എഴുതി അതിനെ കുറച്ച് കാണിക്കുക. മിച്ചമുള്ള തുകയാണ് ലയബിലിറ്റിയുടെ എമൗണ്ട് സൈഡിൽ കാണിക്കേണ്ടത്. ഓക്കെ, ചില കേസിൽ ഇപ്പോൾ ഈ ടൂർണമെൻറ്റ് ഫണ്ട് ലയബിലിറ്റി സൈഡിലും കാണും, പിന്നെ വേറൊരു വാക്കും കൂടെ കാണും, ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അതെന്താണ്, നമ്മുടെ കിട്ടിക്കഴിഞ്ഞ ഈ ഫണ്ട് ഉണ്ടല്ലോ അതിങ്ങനെ കൈ വെച്ചിട്ടില്ല, നമ്മൾ അതുകൊണ്ട് അസറ്റ് എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ അസറ്റ് സൈഡിലും കാണിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ചാരിറ്റി ഫണ്ട്, എൻഡോമെൻറ്റ് ഫണ്ട്, ഈ വാക്കുകളിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അത് ഓർത്തോണം, അത് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. ഇനി അതിലേക്ക് ഇൻകം കിട്ടി അതിൽ നിന്ന് ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തോണം. ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടണം, എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ്. ഇനി നമുക്കിതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം, അപ്പോൾ നമുക്കൊന്നും കൂടെ ക്ലിയർ ആവും. ടു കൺസ്യൂമബിൾ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ചില സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചും തോറും തീർന്നു പോകുന്ന ചില ഐറ്റംസ് ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് മേടിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു എക്സ്പെൻഡിച്ചറാണ്. ഇപ്പോൾ നോൺ ട്രേഡിങ് കൺസേൺ ആകുമ്പോൾ ഹോസ്പിറ്റൽ ക്ലബ്ബൊക്കെ ആയിരിക്കും. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഗ്ലൗസ്, മാസ്ക്, നീഡിൽസ് ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരാം. ഹോണറേറിയം കേട്ടിട്ടുണ്ടല്ലോ, ആ ഐറ്റം എന്താണെന്നറിയാം. സാലറി ആൻഡ് വേജസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഫോർമാറ്റ് നമ്മൾ
പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസ് വരും. ഇനി അതല്ലാതെ ഐറ്റംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ പഠിച്ച ആ പെക്യൂലിയർ ഐറ്റംസ് ആയിരിക്കും. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഹോണറേറിയം, സാലറി ആൻഡ് വേജസ്, റിപ്പയേഴ്സ്, ഇതൊക്കെ നമ്മളുടെ എക്സ്പെൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സ്പെൻസ് പെയ്ഡ് ഓൺ സ്പെസിഫിക് ഷോ, ഏതോ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു മത്സരം നടത്താൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഫണ്ടിൽ നിന്ന് നമ്മൾ ചെലവഴിച്ച തുകയാണ്. എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, അതൊക്കെ വരുത്താൻ മേടിച്ചതാണ് എക്സ്പെൻസ്. ന്യൂസ് പേപ്പർ വരുത്തിയപ്പോൾ അതിന് കാശ് കൊടുക്കണം, അതാണ്. അതപ്പോൾ എക്സ്പെൻസ് ആണ്. പോസ്റ്റേജ്, അപ്കീപ്പ് ഓഫ് ലോൺസ്, അതായത് ഗ്രൗണ്ടൊക്കെ അല്ലെങ്കിൽ ഗാർഡനൊക്കെ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി ചെയ്യുന്നതിനൊക്കെ നമുക്ക് ചിലവുണ്ട്, അതാണ് അപ്കീപ്പ് ഓഫ് ലോൺസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടി വരുന്ന ചിലവ്. റെൻറ്റ്, വാടക, മുനിസിപ്പൽ ടാക്സ്, ഇൻഷുറൻസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മൾ പറഞ്ഞു സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. പക്ഷേ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് നമ്മുടെ നഷ്ടമാണ്, എക്സ്പെൻസ് ആണ്, ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കണം. ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് നമ്മൾ പഠിച്ചു. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓഡിറ്റ് ഫീസ്, മിസലേനിയസ് എക്സ്പെൻസ്. അടുത്ത് കാണിക്കുന്നത് സർപ്ലസ് ആണ്, അത് നമുക്ക് തരുവൊന്നുമില്ല, നമ്മളിത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം കൂടുതലാണെങ്കിൽ സർപ്ലസ് ആണ്, അതാണ് അവിടെ കാണിക്കുന്നത്. സർപ്ലസ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും ബാലൻസ് വരിക കണ്ടുപിടിക്കുമ്പോൾ. അടുത്ത ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ബൈ സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയാമല്ലോ ഈ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് റവന്യൂ ആണ്, നമ്മൾ ഇവിടെയാണ് എടുക്കേണ്ടത്. സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കറൻറ്റ് പീരീഡിലെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തെയോ അടുത്ത വർഷത്തെയോ ഒന്നും നമ്മൾ എടുക്കില്ല. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്കിനകത്ത് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടിയപ്പോൾ അവിടെ 300 രൂപ കഴിഞ്ഞ വർഷത്തതും 450 രൂപ അടുത്ത വർഷത്തതെന്നും പറഞ്ഞൊരു സെപ്പറേറ്റ് സംഭവം തന്നില്ലേ. അങ്ങനെയൊക്കെ ഇപ്പോഴും ഇത് ചെയ്യുമ്പോഴും സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതേ എടുക്കാൻ പാടുള്ളൂ, ആ കറണ്ട് ഇയറിലെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലാതെ മുഴുവൻ കിട്ടിയത് എടുക്കാൻ പാടില്ല. മുഴുവൻ കിട്ടുന്നത് എടുക്കുന്നത് എവിടെയാണ്, അത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലാണ്, അതെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അടുത്തത് എൻട്രൻസ് ഫീ, അത് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് ഇവിടെ തന്നെ എടുക്കാം. ജനറൽ ഡൊണേഷൻ ചെറിയ എമൗണ്ട് വരെയാണെങ്കിൽ ഇവിടെ തന്നെ എടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, പലിശ കിട്ടിയതാണ്, വരുമാനമാണ്. ഡിവിഡൻഡ് ഇവിടെ എടുക്കാം. കളക്ഷൻ ഫോർ സ്പെസിഫിക് ഷോ, അപ്പുറത്ത് കണ്ടില്ലേ എക്സ്പെൻസ് പെയ്ഡ് ഓൺ സ്പെസിഫിക് ഷോ, അതിൻ്റെ ചിലവ് അപ്പുറം എഴുതി, വരുമാനം എവിടെ എഴുതി. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റിൻ്റെ ലാഭം എഴുതുന്നു, വിറ്റപ്പോഴുണ്ടായ ലാഭം ഇവിടെ, നഷ്ടം ഡെബിറ്റ് സൈഡിൽ. ലോക്കേഴ്സ് റെൻറ്റ്, അതായത് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ലോക്കറുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അവർ വാടക കിട്ടും, അത് അവരുടെ ഒരു ഇൻകമാണ്. ക്ലോക്ക് റൂം റെൻറ്റ് റിസീവ്ഡ്, അതായത് ഇപ്പം ക്ലബ്ബൊക്കെ ആണെങ്കിൽ മത്സരാർത്ഥികൾക്കൊക്കെ അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഏതെങ്കിലും റൂമുകളുണ്ടാവും, അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് വാടക കിട്ടും, അത് ഇൻകമാണ്. ഹാൾ റെൻറ്റ് റിസീവ്ഡ്, സ്ഥാപനത്തിന് സ്വന്തമായിട്ട് ഹാളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന ഇൻകം. റെസീപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ, നമ്മുടെ ആക്രി അങ്ങനെയൊക്കെ വിറ്റാൽ കിട്ടുന്ന തുക. പിന്നെ മിസലേനിയസ് ഇൻകം, പല വക ചെലവുകൾ. ബൈ ഡെഫിസിറ്റ്, ഇനി ഇത് ബാലൻസ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ല, കടത്തിലാണ് നിൽക്കുന്നത്, എക്സ്പെൻഡിച്ചർ ആണ് കൂടുതലെങ്കിൽ അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുന്ന എമൗണ്ടിൻ്റെ നേരെ നമ്മൾ എഴുതേണ്ടതാണ് ഡെഫിസിറ്റ്, ദാറ്റ് ഈസ് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. ഇത്രയുമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാം. അതായത് an income and expenditure account is a nominal account prepared by a non-profit organization in order to ascertain the surplus or deficit of a particular period. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു പ്രത്യേക കാലയളവിലെ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നോമിനൽ അക്കൗണ്ടിനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഫീച്ചർ പഠിച്ചപ്പോൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു വാക്കുകളായിട്ട് പറഞ്ഞത് ഇവിടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് നമ്മൾ കണ്ടല്ലോ, ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോമിലാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ ഡെബിറ്റ്.
ഡെബിറ്റഡ്. എല്ലാ എക്സ്പെൻസും ലോസും ഡെബിറ്റ് ചെയ്യും. ആൻഡ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആർ ക്രെഡിറ്റഡ്. എല്ലാ ഇൻകവും ഗെയിനും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇത്രയുമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട്. ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ബാലൻസ് ഷീറ്റ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇങ്ങനെ കിട്ടുന്ന സർപ്ലസ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിങ്ങോ ക്ലോസിങ്ങോ ബാലൻസ് ഒന്നുമല്ല, സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്തിരുന്നു? അതിനെ നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് എഴുതണം. അതിന് പകരം ഇവിടെ എന്തെഴുതണം? ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിലെന്തെല്ലാം ഐറ്റംസ് വരും, അതിലെ ചില ഐറ്റംസിന് ചില സമയത്ത് ചില വേറെ സ്വഭാവങ്ങളുണ്ട്, അതെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ സ്റ്റെപ്സ്, ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കണം. അതിൻ്റെ സ്റ്റെപ്സും പഠിച്ച് 2 കണക്കും ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളിലൂടെ ചോദിക്കാം. പിന്നെ ഒന്ന് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിക്കണം. നന്നായിട്ട് തിയറി പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ കണക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവണം. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.